ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ട് ഇരിക്കാനും വിചാരിക്കണം കേട്ടോ. ഞാനിവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കണം. ഇന്ന് നമുക്കൊരു ട്രാവൽ വ്ളോഗാണ്. അതെ, ഈ ബിസി ആയിട്ടുള്ള ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഈ ലൈഫിൻ്റെ ഇടയിൽ നിന്ന് ഒരു സമാധാനം തേടിയുള്ള ചെറിയൊരു എസ്കേപ്പ് അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലുണ്ടാവും നമ്മൾ പോകുന്നത് ഒരു കൺട്രി സൈഡിലോട്ടാണ്. ലണ്ടനിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 5 അവേഴ്സ് അപ്പുറം എത്തിയിട്ടോ. ഓൾറെഡി നമ്മൾ ഈ ഡെസ്റ്റിനേഷൻ എത്താൻ ഏകാനും കുറച്ച് മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത് ഒരു വെറൈറ്റി സ്റ്റേ ആണ് കേട്ടോ. അത് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ ആദ്യമായിട്ടാണ് കാരവനിൽ സ്റ്റേ ചെയ്യാൻ പോണത്. എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആയിരുന്നു ഗൈസ്. പീസ്ഫുൾ എന്ന് പറഞ്ഞാൽ അമ്മാതിരി പീസ്ഫുൾ. അങ്ങനെ നമുക്ക് കീ കിട്ടി, നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം ആദ്യമായിട്ടാണ് നമ്മളൊരു കാരവൻ സ്റ്റേയിൽ നിൽക്കാൻ പോണത്. അപ്പോൾ അതെങ്ങനെയാവും എന്നൊക്കെ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. നമ്മൾ നോർമലി റൂംസിലല്ലേ നിൽക്കാറ്. അപ്പോൾ ഞങ്ങൾ കയറിയിട്ട് ഞങ്ങളുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് എങ്ങനെയായിരുന്നു നിങ്ങൾ തന്നെ കേട്ട് നോക്ക്. മോനെ അങ്ങനെ ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻസിനെ എക്സീഡ് ചെയ്തുകൊണ്ട് നല്ലൊരു സ്റ്റേ കിട്ടി. ഇനി ഇന്ന് ഉറങ്ങി നാളെ കാണാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കോൺവാളിൽ സെക്കൻഡ് ഡേ ആണ്. ഇന്നലെ നമ്മൾ വന്നു, നമ്മുടെ സ്റ്റേ അടിപൊളി ഒരു പ്ലേസിലായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്തു. ഇന്നിപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ ആണ്. നമ്മളിപ്പോൾ പോണത് വൺ ഓഫ് ദ മെയിൻ അട്രാക്റ്റീവ് പ്ലേസായ ടിൻറ്റഗൽ കാസിൽ എന്ന് പറഞ്ഞൊരു കാസിലേക്കാണ്. ഐ ഹോപ്പ് ഇറ്റ്സ് ഗോൺ ബി എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. ലെറ്റ്സ് സീ. പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല. പിന്നെ അവിടുത്തെ ടൈം അനുസരിച്ച് അവിടെയുള്ള അടുത്തുള്ള സ്ഥലങ്ങളൊന്ന് കവർ ചെയ്ത് ബാക്കി നാളെ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനിപ്പോൾ കാറിലിരിക്കുകയാണ്. ഇവിടെ ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ സ്പോട്ട് കണ്ടപ്പോൾ എൻ്റെ ചെക്കൻ ചാടിപ്പോയി. എന്തായാലും അത് ഒന്ന് കണ്ടിട്ട് വരാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഇറങ്ങിയില്ല. എന്തായാലും നമ്മളിവിടെ തന്നെയാണ് സ്റ്റേ. അപ്പോൾ ഇവിടെ തന്നെയാണ് കൂടുതൽ ടൈം. അപ്പോൾ ഇനിയും ടൈം ഉണ്ടല്ലോ അത് കാണാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം. സിമ്പിളാണ്. പിന്നെ സത്യം പറഞ്ഞാൽ സണ്ണി ആണെങ്കിലും ഫ്രീസിങ് ആണ് ഇവിടെ. അപ്പം ഞാനാണെങ്കിൽ ഒരു ജാക്കറ്റ് പോലും എടുത്തിട്ടില്ല. എന്തായാലും കണ്ടറിയാം. ഇന്നലെ ഭയങ്കര തണുപ്പായിരുന്നു. ഇന്ന് കുറച്ച് കുറവുണ്ട്. ഇനിയിപ്പോൾ രാവിലെ ആയിട്ടേ ഉള്ളൂ. എന്താവും എന്നറിയില്ല, നോക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി ഗായ്സ്, ടിൻറ്റഗൽ കാസിൽ. അതോ ടിൻറ്റഗലാണെന്നാണോ പ്രൊനൗൺസ് ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും നമ്മൾ ഈ കാണുന്ന വഴി മൊത്തം നടന്ന് അങ്ങ് എത്തണം കേട്ടോ. ഇതെന്തോ ഒരു വലിയ മലയിലാണ് ഈ ഒരു സംഭവം ഉള്ളത്. ഈ ബ്രിഡ്ജ് അവർ ന്യൂ ആയിട്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. ഇപ്പോഴും കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഇത് നമ്മൾ സീ ലെവലിൽ നിന്ന് ഒരുപാട് മീലാണ് കേട്ടോ ഇപ്പോൾ നടക്കുന്നത്. എൻ്റെ ടൈമേ പേടിയാവും സത്യം പറഞ്ഞാൽ. പക്ഷെ ഒരു അടിപൊളി ഫീലിംഗ് ആണ്. നല്ല ചില്ലിയാണ്, ഒരു ഭയങ്കര സണ്ണിയാണ്. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അടിപൊളി കേട്ടോ. ആ കാറ്റ് വന്ന് ഇങ്ങനെ മേത്തടിക്കുമ്പോൾ എന്ത് സുഖമാണെന്നറിയോ. അങ്ങനെ നടന്ന് അവിടെ നമ്മൾ ഓരോ എന്താ പറയുക, കുറച്ച് ദൂരം നടക്കുമ്പോഴും നമുക്ക് ഇതേപോലെ ഓരോ ഫ്രെയിം കിട്ടും കേട്ടോ. അടിപൊളി എസ്തെറ്റിക് ആയിട്ടുള്ള ഭയങ്കര ഒരു പ്രത്യേക ഫീലാണ്. ഇവിടുത്തെ സീൻ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ അല്ല കേട്ടോ. കറക്റ്റ് ബ്ലൂ കളറാണ്. എൻ്റെ ദൈവമേ, ഈ ഫ്രെയിം ഒന്ന് നോക്കുക ഗൈസ്. ഇത് ഒരു റിയാലിറ്റി നമ്മൾ മറന്നു പോകട്ടോ. അവിടെയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ഈ ഫോണിൽ എടുക്കുമ്പോൾ എത്രത്തോളം ഭംഗി ഇത് നിങ്ങൾക്ക് കാണേണ്ടത് മനസ്സിലായി. പക്ഷെ ഇത് കണ്ണിൽ കാണുമ്പോൾ നമുക്കവിടുന്ന് പോരാൻ തോന്നില്ല. അത്രയും ഭംഗിയാണ് ഓരോ ഫ്രെയിംസും. എന്ത് രസമെന്നറിയോ, നമുക്കൊരു ശരിക്കും നമ്മുടെ മനസ്സ് മൊത്തം ക്ലിയർ ആവും, നമ്മുടെ സ്ട്രെസ്സ് മൊത്തം റിലീഫാവും. അങ്ങനത്തെ ഒരു എന്താ പറയുക കാഴ്ചയാണ് കേട്ടോ. അടിപൊളി, ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്കിത്. പിന്നെ ഇതാണ് ഇവിടുത്തെ ഒരു ഫേമസ് ഡോർവേ കേട്ടോ. ഈ ഡോർവേയിലൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന കാഴ്ച അത് ഭയങ്കര വണ്ടർഫുള്ളാണ്. നമ്മൾ നേരത്തെ കണ്ട ബ്രിഡ്ജില്ലേ, ആ ബ്രിഡ്ജ് വരണേക്ക് മുന്നേ എല്ലാവരും ഈ ഒരു സ്റ്റെപ്സാണ് യൂസ് ചെയ്തതെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ കുറച്ച് നേരം എൻജോയ് ചെയ്തു. നന്നായി എൻജോയ് ചെയ്തു. ഫുള്ള് എനിക്കൊരു ഉമ്മയും കിട്ടി ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോവാണ്. ഇത് സെൻറ്റ് നെക്ടൻ ഗ്ലെൻ എന്ന് പറഞ്ഞൊരു വാട്ടർഫാളാണ് കേട്ടോ. ഇവിടേക്ക് എത്തിപ്പെട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ദൂരം ഒരു ഡീപ്പ് ഫോറസ്റ്റിലൂടെ നടക്കണം. ഡീപ്പ് ഫോറസ്റ്റ് പറഞ്ഞാൽ നല്ല ഡീപ്പാണ് ഗൈസ്. അങ്ങനെ പോണ വഴിക്ക് നമുക്കിങ്ങനെ അരുവികളും കിളികളുടെ കളകരാരവും പിന്നെ എന്താ പറയുക വാട്ടർഫാൾസും എല്ലാം കാണാം. അങ്ങനെ അവസാനം നമ്മൾ നടന്ന് വന്ന് ഇപ്പതാ നെക്ടൻ ഗ്ലെൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിങ്ങൾ കാണുന്ന പോലെ അടുത്ത് ഭംഗിയുണ്ട് കാണാൻ. ഫുള്ള് വന്നിട്ട് ഇറക്കും വാട്ടർ തന്നെയാണ്. പിന്നെ ഈ
സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഗായ്സ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മരങ്ങളിലൊക്കെ ആൾക്കാർ ഇങ്ങനെ കോയിൻസ് കുത്തി വെച്ചിട്ടുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് പ്രാർത്ഥിച്ച് കോയിൻസ് ഇങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ അത് നടക്കുന്നതാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ റിബൺസ് കെട്ടി വെക്കാനുള്ള ഒരു ഇതുണ്ട് കേട്ടോ. കുറേ റിബൺസ് അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കോയിൻസ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളും റിബൺ കെട്ടി വെച്ചു. ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയൊരു പോസിറ്റീവ് എനർജി ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. എന്തായാലും ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ സ്റ്റേൻ്റെ അവിടേക്ക് എത്തി. അവിടെ അടുത്തൊരു ബീച്ചുണ്ട്. സൺസെറ്റ് കിട്ടിയില്ല, കാരണം നമ്മൾ എത്തിയപ്പോൾ ലേറ്റായി. പക്ഷെ അപ്പോഴാണ് ഒരു ചേട്ടൻ ഇതിരുന്ന് വരച്ചത് കണ്ടത് കേട്ടോ. എന്ത് ഭംഗിയായിട്ടാണല്ലോ ഇത് ചെയ്തിട്ടുള്ളത്. അതും ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും കയ്യിലില്ല കേട്ടോ. ജസ്റ്റ് എന്തോ കോല് വെച്ചിട്ട് ഇങ്ങനെ വരച്ചതാണ്. എന്തായാലും കൊള്ളാം. ഓരോരുത്തർക്കും ഓരോ ഹോബിയല്ലേ. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഗൈസ്. ഇനി നാളെ പിടിക്കാൻ നമുക്കൊരു നല്ല സൺസെറ്റ് അല്ലേ.